അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, ഞാൻ റഹ്മാൻ പൊന്നാനി. പരിശുദ്ധ ഖുർആനിൽ ശിർക്ക് കോടാനക്കോടി വിവരങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് ജിബ്രീൽ മുഖേന എത്തിച്ചു കൊടുത്ത ഗ്രന്ഥമാണ്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതിനു മുമ്പായി പറയാനുള്ളത് ഹൈന്ദവ സഹോദരന്മാരോടാണ്, നിങ്ങൾക്കുള്ള വീഡിയോ അല്ല ഇത്. ഇസ്ലാമിക ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസികൾക്കുള്ള, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ള ഒരു ഇതാണ്. ഒരു വേട്ടാവളിയൻ ദജ്ജാൽ ആരിഫ് ഹുസൈനുള്ള ഒരു മറുപടിയാണ്. അത്രേ ഉള്ളൂ. നിങ്ങളോട് ബന്ധപ്പെട്ട എല്ലാ സഹോദരന്മാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമായി മുന്നോട്ട് പോകാം. നിങ്ങളുമായിട്ട് ഉള്ള തർക്കമല്ല ഇത് എന്ന് പ്രത്യേകം ഒരു മുൻകൂർ ജാമ്യം അല്ലെങ്കിൽ ആദ്യമേ പറയുന്നു. സഹോദരന്മാരെ, ശിർക്ക് ഖുർആനിൽ വ്യക്തമായിട്ട് കോടാനക്കോടി കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഭയങ്കര ഗൗരവമായിട്ട് ശിർക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കൂടെ പങ്ക് ചേർത്തിട്ട് നമ്മൾ ആരെങ്കിലും ആരാധിച്ചാൽ വലിയ പ്രശ്നത്തിലേക്ക് പോകും. ഒരു വിട്ടുവീഴ്ചയില്ല. അതിനോട് ബന്ധപ്പെട്ടിട്ട് ഉസ്താദുമാർ അല്ലെങ്കിൽ മദ്രസകളിൽ അല്ലെങ്കിൽ നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ സഹോദരന്മാരൊക്കെ ചർച്ചകൾ പറയാറുണ്ട്. സ്വന്തം ഉമ്മാനെ വ്യഭിചരിച്ചാൽ ചിലപ്പോൾ അള്ളാഹ് പുറത്തു തരും, ശിർക്ക് പുറത്തു തരില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു ഖുർആനിൽ നമുക്കൊക്കെ സമ്മതം തന്നിരിക്കുന്നത് മാതാവിനെ കയറി പിടിക്കാം, വ്യഭിചരിക്കാം. ഡ്രഗ്സ്, മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് പലരും നടക്കുന്നുണ്ട് ഈ ഭൂമിയിൽ. എല്ലാ മതത്തിൽപ്പെട്ടവരും നിരന്തരം നമ്മൾ പത്രത്തിലും വാർത്തയിലൊക്കെ കാണുന്നുണ്ട്. അതല്ല വിഷയം. ഇസ്ലാമിക നിയമപ്രകാരം മദ്രസയിലും ഉസ്താദന്മാരൊക്കെ ഉപമ പറയുമല്ലോ, അങ്ങനെ അത്രയും ഡേഞ്ചറാണത്. അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് മറ്റൊന്നിനെ പങ്ക് ചേർത്തിട്ട് ആരാധിച്ചാൽ അത് ഇസ്ലാമിൽ തന്നെ ഞാനുൾപ്പെടെ അങ്ങനെ അറിഞ്ഞും അറിയാതെയും ചിലപ്പോൾ ഈ ശിർക്ക് കടന്നു വന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ ചെയ്തത് തെറ്റായി എന്ന് മനസ്സിലായിട്ട് നമ്മളൊക്കെ പുറക്കെല്ലാം തേടി തൗബ ചെയ്ത് മടങ്ങിയതുണ്ടാവും. ചിലപ്പോൾ തുടരുന്നുണ്ടാവും. അതല്ല വിഷയം. അതും അവരും അല്ലെങ്കിൽ ചെയ്യുന്ന നമ്മളും റബ്ബുമായിട്ടുള്ള ഒരിതാണ്. അത് വിചാരണ ദിവസം മനസ്സിലാകും. അതൊക്കെ പഠിച്ച പണ്ഡിതന്മാരും ഉസ്താദുമാരൊക്കെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതല്ല, ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉസ്താദുമാരൊക്കെ പണ്ഡിതന്മാരൊക്കെ പറയുമല്ലോ, സ്വന്തം ഉമ്മാനെ വ്യഭിചരിച്ചാൽ ചിലപ്പോൾ അള്ളാഹ് പുറത്തു തരും, ശിർക്ക് പുറത്തു തരില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഉമ്മാനെ കയറി പിടിച്ചോ വ്യഭിചരിച്ചോ എന്നാണോ? ഉസ്താദുമാർ പറഞ്ഞു തരുന്ന അർത്ഥം അതാണോ? അപ്പോൾ അബൂജാഹിൽ, ദജ്ജാൽ വരാതിരിക്കണുള്ളൂ. അതിൻ്റെയൊക്കെ സാമ്പിളാണിത്. ഇബിലീസിൻ്റെ അത്ര അറിവൊക്കെ ഉണ്ടാ ആരിഫ് ഹുസൈൻ? ഉണ്ടോ നിനക്ക്? ലണ്ടനിൽ ഓട്ടം ഓടിയല്ലോ. ഖുർആനിൽ ആയത്തുണ്ട്, മകളെ ഉപ്പാക്ക് വിവാഹം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വിഷയം വരുന്നുണ്ട്. ഒന്ന് വന്നതാണ്, ഇനി വരുന്നുണ്ട്. നീ ഇപ്പോൾ ലണ്ടനിൽ വന്നിട്ട് ഇസ്രായേലിലെ പൈസയും വാങ്ങി നക്കി അല്ലേ? എന്നിട്ടിപ്പോൾ ഇങ്ങനെ പിത്തറുണ്ടാക്കി നടക്കുന്നുണ്ട്, പലയിടത്തും പരിപാടി വെക്കുന്നുണ്ട്. നിൻ്റെ കൂടെ കുറേ ആളുകൾ നിന്നെ പോലെ ഉണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. 2 വേട്ടാവളിയന്മാർ നിൻ്റെ കൂടെ എടുത്തിരുന്നിട്ട് എല്ലാ വീഡിയോസിലും കാണുന്നുണ്ട്. ചിരിച്ച് ഉല്ലസിച്ച് ഹൃദയത്തിൻ്റെ മിടിപ്പ് നിൽക്കുന്നത് വരെ നീയൊക്കെ, സർവാധിനാഥം എന്ന ടൈം വരെ നീയൊക്കെ കളിക്കും. അത് കഴിഞ്ഞാൽ ഒരു പഴമയുണ്ട്, ചെമ്മീൻ തുള്ളിയാൽ മുട്ടോളം പിന്നെ ചട്ടിയിൽ. അത്രേ ഉള്ളൂ കേട്ടാ. അപ്പോൾ ഉസ്താദുമാർ പറഞ്ഞത്, ഇപ്പോൾ ഉമ്മാനെ കയറി പിടിച്ചാൽ അള്ളാഹു പുറത്തു തരും, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്താൽ പുറത്തു തരും, അല്ലെങ്കിൽ ഉമ്മയുമായി ബന്ധപ്പെട്ടാൽ അള്ളാഹു പുറത്തു തരും, ശിർക്ക് പുറത്തു തരില്ല. അതിനർത്ഥം എന്താ? ഉമ്മാനായിട്ടെല്ലാം ആവാം ചെയ്യാമെന്നാണോ? എന്തായാലും ഇവൻ പറയുന്നത് കേട്ടു നോക്കാം. പിന്നെ നമ്മളൊരു വിസിറ്റിംഗ് വിസയിൽ പോയ ആളല്ലേ, അപ്പോ ലീഗലി എന്തെങ്കിലും വിഷയം വന്നാൽ പിന്നെ ട്രാവൽ ബാനോ അല്ലെങ്കിൽ അങ്ങനെ വല്ല വിഷയം ഉണ്ടാവോ, ഇങ്ങനെയൊക്കെയുള്ള പല പല കൺസേൺസ് ആണ്. ജീവൻ കൊണ്ട് രക്ഷപ്പെടണമല്ലോ. അപ്പോ ഇതൊക്കെയാണ് നമ്മളെ മനസ്സിലുള്ളത്. ഇതിന്റെ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്.
ഓക്കെ, ഇവര് ഒച്ചയും ബഹളവും നമ്മളെന്താ ചോദിച്ചത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിച്ചുള്ളൂ. അതായത് ഉമ്മയെ വ്യഭിചരിക്കുന്നതാണോ അതോ ഷിർക്കാണോ ഇസ്ലാമിലെ വലിയ തിന്മ? ഇതൊരു ചോദ്യം ചോദിച്ചു. അതിനാണ് ഈ സാധനം. അതിനിപ്പോൾ ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ. അതാണ് അതിൽ ഏറ്റവും വലിയ തമാശ. അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. പിന്നെ നമ്മളൊരു വിസിറ്റിംഗ് വിസയിൽ പോയ ആളല്ലേ, അപ്പോ ആടാ അതിന് ഉത്തരം ഇതാണ്. സോലിയത്തായ നിന്റെ ഉമ്മ അള്ളാഹ്ക്ക് ഉത്തരം നൽകി വിടവാങ്ങി വിടുന്നു. എൻ്റെ മാതാപിതാക്കളും പോയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകളെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭാര്യ, സഹോദരി, സഹോദരൻ, മക്കൾ, സഹോദരന്മാർ, നാട്ടുകാരായവരൊക്കെ പോയിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങളും പോകും, നീയും. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ഉത്തരേ സോലിയത്തായ മാതാപിതാക്കളാണ് നിൻ്റെത്. അപ്പോൾ ആ ഉമ്മാനെ കയറി പിടിക്കാൻ നീ പോയോ? വ്യഭിചരിക്കാൻ ഉമ്മാൻ്റെ അടുത്ത് പോയോ? അപ്പോൾ ഉമ്മ ചവിട്ടി പുറത്താക്കി വീട്ടിൽ നിന്നല്ലേ? അതല്ല സത്യം. വീട്ടിൽ നിന്ന് നിന്നെ ചവിട്ടി പുറത്താക്കിയില്ലേ? അതുകൊണ്ടാവും അല്ലേ? എടാ ഊളെ, നീ പരട്ട ചോദ്യമായിട്ട് വന്നിട്ട് ഇസ്ലാമിൽ ഇങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടാക്കുക, കുറേ കുഞ്ഞു മക്കളൊക്കെ വഴിതെറ്റിക്കുക, അല്ലെങ്കിൽ കുറേ മുതിർന്നവരെ വഴിതെറ്റിക്കുക. എടാ നിന്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പന്മാരുണ്ടല്ലോ, ഫിറോനും അബുജാഹിലും ഇങ്ങനെ ഒരുപാട് കോച്ചറായികളുണ്ട്. അവർ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. മനസ്സിലായില്ലേ? അള്ളാനായിട്ടാണ് കളിക്കുന്നത് അല്ലേ? ഈ റസൂലുള്ളാനെ കുറേ തിരയൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഇനിയിപ്പോൾ വൈക്ക് വഴി ഓരോന്നും വിടാന്ന് വിചാരിക്കുന്നുണ്ട്. ഉസ്താദുമാർക്ക് ഉപമ പറഞ്ഞിട്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അത് എടുത്തിട്ട് ഉമ്മാൻ അതിനെ ഏറ്റോ. അപ്പം നീ പോയിട്ടുണ്ടോ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത്? ഒരു വിഷയത്തിൻ്റെ ഗൗരവം, ശിർക്ക്, അള്ളാൻ്റെ കൂടെ പങ്ക് ചേർത്താൽ ഭയങ്കര ഭയാനകമായ ശിക്ഷ ഉണ്ട്. അതിന് ഒരു ഉപമ എന്ത്? സ്വന്തം മാതാവിനെ എങ്ങനെ ചെയ്താൽ ചിലപ്പോൾ പുറത്തു വരും. അതിനർത്ഥം മാതാവിനെ കയറി പിടിക്കാനും ബലാത്സംഗം ചെയ്യാനും അതിന് അനുവാദം അല്ല തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഉസ്താദുമാരത് ചെയ്തോ എന്ന് നീ അതെല്ലാം വളച്ചൊടിച്ച് വിത്തന ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാനാണ് ഇപ്പം ഇങ്ങനെ നടക്കുന്നത്. ഏതുവരെ നടക്കും? നീയും നിൻ്റെ കൂട്ടുകാരായ ഒരുത്തനുണ്ടല്ലോ, വേട്ടാവളിയന്മാർ, നിങ്ങൾ രണ്ടുപേര് ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ രണ്ടാൾ ഇരുന്ന് ചിരിച്ച് കള്ള് കുടിച്ച്, ബദറിലും അതാണ് ഉണ്ടായത്. അബുജാഹിലും കൂട്ടരും കള്ളൊക്കെ കുടിച്ച് ആടി ഉല്ലസിച്ച് അവസാനം എന്തായി? 420 ഇസ്ലാമിനെ, മതത്തെ, അള്ളാഹുവിനെയും തെറി പറഞ്ഞ് റസൂലുള്ളാഹിനെയും തെറി പറഞ്ഞ് നീ ഏത് വരെ പോകോടാ? നിനക്ക് തുള്ളി മരുന്നായിട്ട് ഞങ്ങളെ പോലത്തെ ആൾക്കാർ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും. മനസ്സിലായ? അത് വിജയിച്ചാലും ഇല്ലെങ്കിലും നാളെ ഞങ്ങളോട് ഞങ്ങളെ റബ്ബ് ചോദിക്കോടാ. ഈ സോഷ്യൽ മീഡിയയിൽ വേണ്ടതും വേണ്ടാത്തതും അങ്ങണ്ടതയച്ച് ഇങ്ങണ്ടതയച്ച് ഒരു വാക്ക് ഇന്ത്യ രാജ്യത്ത് എവിടെയാണ് താമസിച്ചത് അവിടെ നിന്ന് ആ നിയമത്തിൽ നിന്നുകൊണ്ട് 2 വാക്ക് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയോടാ ഊളെ? അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇവൻ്റെ കുറേ പീസുകൾ ഇത് വന്നിട്ടുണ്ട്. ഇനി മിണ്ടാതിരുന്നൊരു കാര്യമില്ല. അണ്ണാറക്കണ്ണൻ ആയത് തന്നാലെന്നൊക്കെ പറയില്ലേ? വാക്കുകളിലൊക്കെ നമ്മൾക്ക് കൂടുതൽ വിദ്യാഭ്യാസമൊന്നും ഇല്ല ഭാര്യേ. ചില തെറ്റുകളൊക്കെ വരും. എന്നാലും ഇയാൾ ദജ്ജാലിനെ 2 വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. അത്രയും പിത്തനാണ് ഉണ്ടാക്കുന്നത് സുവർ. ഓക്കേ.